സുധർമ്മയെ ഞാനൊരു ജോലി ഏൽപ്പിച്ചിരുന്നല്ലോ, അത് ചെയ്തോ? ഇല്ല. അത് കൊള്ളാം. സ്വന്തം ജോലിയോട്ട് ചെയ്യാമില്ല, മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കുമില്ല. എന്തുകൊണ്ടാ ജോലി ചെയ്യാണ്ടിരുന്നേ? എന്റെ ജോലി എന്താണെന്ന് ഞാൻ മറന്നുപോയി നരേന്ദ്ര. ഞാൻ പറഞ്ഞുതരാം, എന്നോട് ചോദിച്ചാ പോരെ. ഈ വീട്ടിലെ ടോയ്ലറ്റുകളെല്ലാം എല്ലാ ദിവസവും കഴുകി വൃത്തിയാക്കണം. നിങ്ങളുടെ പാലപ്പടിക്കലെ വീട്ടില് എന്റെ ഭാര്യയെ കൊണ്ട് നിങ്ങൾ ഇതേ ജോലി തന്നെ ചെയ്യിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്ര അറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ പ്രതികാരം അല്ലേടി? എന്റെ പ്രതികാരം ഇങ്ങനൊന്നുമല്ല, ഇതിന്റെ 100 ഇരട്ടി കടുത്തതാ. നിങ്ങൾ കരയും, കൈയും കാലും പിടിക്കും. പാലപ്പടിക്കൽ വീട്ടിൽ ഇവള് ദാസിപ്പടി ചെയ്തിട്ടുണ്ടെങ്കിലേ അത് ഇവളുടെ ഗതികേട് കൊണ്ട്. സുധർമ്മയ്ക്ക് ആ ഗതികേട് വന്നിട്ടില്ല. പക്ഷെ ഇവിടെ എന്റെ ഈ വീട്ടിൽ താമസിക്കുമ്പോ ഞാൻ പറയണ ജോലി ചെയ്യേണ്ടി വരും. നരേന്ദ്രന്റെ കക്കൂസ് കഴിയാൻ എന്റെ പട്ടി വരും. വേറെ ആളെ നോക്കണം. സുധർമ്മ ഈ റോഡിലിറങ്ങി തെണ്ടേണ്ടി വന്നാലും ശരി, ആ പണി ചെയ്യില്ല. എന്റെ മക്കളെ കൊണ്ട് ചെയ്യിക്കില്ല. ഒന്ന് നിന്നേ ചേച്ചി, ഞാൻ നിർബന്ധിക്കണില്ല. പക്ഷേ എന്റെ ചോറ് തിന്നാൻ വരരുതെന്ന് ആ പട്ടിയോടുകൂടി ഒന്ന് പറഞ്ഞേക്കണം. എന്താ നരേന്ദ്ര? ഇവിടെ ഞാൻ പറഞ്ഞേൽപ്പിച്ച ജോലി ചെയ്യാത്ത ആർക്കും ഭക്ഷണമില്ല, മനസ്സിലായല്ലോ? പിന്നെ സുധർമ്മയുടെ പട്ടി വന്ന എച്ചിൽ വല്ലതുണ്ടെങ്കിൽ പിറക്കി അടുക്കള വാതിന്റെ പിറകിലോട്ട് എറിഞ്ഞു കൊടുത്തേക്കണം. വടി. ചൂടുവെള്ളം ജഗ്ഗിൽ എടുത്തു വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വാ. ചെല്ലേ. വിജിതേ, വെള്ളം ഇങ്ങെടുത്തോ. ചേച്ചി, ഞാനിവിടെ ഇല്ലായിരുന്നപ്പോ ചേച്ചി എന്റെ ഭാര്യയെ പട്ടിണി കിട്ടൂല്ലേ? കള്ളം പറയരുത് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ? ശരിയാ. ഓക്കെ, ചെയ്തത് ശരിയാണോ അല്ലയോ? അവളെ നോക്കണ്ട, ഉത്തരം പറഞ്ഞാൽ മതി. ശരിയല്ല. പക്ഷേ ഞാൻ ആ പക മനസ്സിൽ വെച്ച് ചേച്ചിയെയും വിജിതയും പട്ടിണിക്കിടാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം നിഷേധിക്കുന്നിടത്തോളം വലിയ ക്രൂരത ഈ ലോകത്ത് വേറെയില്ല. അതുകൊണ്ട് കുഞ്ഞമ്മയും വിജിതയും കഴിച്ചോ, വയറ് നിറച്ച് കഴിച്ചോ. ഇനി വേറൊരു കാര്യം, എന്റെ മോൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തിരുന്നത് എവിടെ ഇരുത്തിയ? ഊണുമേശയിലോ തറയിലോ?
എവിടെ എന്റെ മോളെ ഇരുത്തിയേ? തറയില്. ആരാണ് അവളെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയാമായിരുന്നല്ലോ അല്ലേ? പിച്ചക്കാരിയാണോ? അല്ല. ഇവിടുത്തെ വേലക്കാരിയാണോ? അല്ല. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇവിടെ അഭയം തേടി വന്നതാണോ? അതുമല്ല. ആരാണവള്? നിങ്ങൾ അവളെ പറ്റി മുംബൈ വരെ പോയി അന്വേഷിച്ചല്ലോ. ആരാവള്? നിന്റെ വളർത്തുമോള്. അവളുടെ ആസ്തിയെ പറ്റിയാ ഞാൻ ചോദിച്ചേ. കോടിക്കണക്കിന് സ്വത്തുള്ളവളാണെന്ന് മനസ്സിലായി. മനസ്സിലായല്ലോ. അങ്ങനെയുള്ള അവളുടെ വീട്ടില് ആശ്രിതരായി വന്നുകൂടിയവരാ നിങ്ങള്. നിങ്ങളാണ് തറയിലിരിക്കേണ്ടതും അവൾ നടക്കുന്ന തറ തുടക്കേണ്ടതും. അതിനു പകരം അവളെ കൊണ്ടതെല്ലാം നിങ്ങൾ ചെയ്യിച്ചു. അവൾ നിങ്ങളോട് ക്ഷമിക്കണം. പറ. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട്. ആ വാക്ക് മാത്രം പറയരുത് ചേച്ചി. അഹങ്കാരം കൊണ്ടും അത്യാഗ്രഹം കൊണ്ടും അങ്ങനെ പറഞ്ഞാലേ ശരിയാവൂ. അതുകൊണ്ട് അവൾ നിങ്ങളോട് ക്ഷമിക്കുന്നതുവരെ ചേച്ചിയും വിജിതയും തറയിലിരുന്ന് ഭക്ഷണം കഴിക്കണം. ചേച്ചിക്ക് മനസ്സിലായോ? മനസ്സിലായി. ചേച്ചി, ആ പ്ലേറ്റ് എടുക്ക. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കഴിച്ചോളാം. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് കഴിച്ചാ പോരാ. ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് തന്നെ കഴിക്കണം. അതും അവിടെ എവിടെയെങ്കിലും പോയിരുന്ന് കഴിച്ചാൽ പോരാ. ദാ ഇവിടെ. ചേച്ചി, ആ പ്ലേറ്റ് എടുക്ക. വിജയേ, ഇങ്ങ് വാ. ഇവിടെ ഇരുന്ന് കഴിക്കണം നിങ്ങൾ രണ്ടുപേരും. ഇപ്പൊ തന്നെ കഴിക്കണം. അതെനിക്ക് കാണണം. എന്റെ മകളുടെ അടുത്ത് എനിക്ക് പോയി പറയേണ്ടതാ. ചേച്ചി അവളുടെ കയ്യിൽ നിന്ന് ആ ജാറ് വാങ്ങിച്ചിട്ട് അവളോട് അടുക്കളയിൽ പോയി ചോറ് വിളമ്പിക്കൊണ്ടുവരാൻ പറ. ചോറെടുത്തോണ്ട് വാ. ആ, നിങ്ങളെടുത്ത് കഴിക്കേ. ഇവിടെ കഴിച്ചു തുടങ്ങിക്കോ. നിങ്ങളെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ഞങ്ങൾ ഇവിടെ എഴുന്നേക്കുന്നുള്ളൂ. നീ ഞങ്ങളെ കൊണ്ട് ഈ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യിച്ചല്ലോ. ജോലി ചെയ്യാത്തതുകൊണ്ട് സുധയ്ക്കും നീരജയ്ക്കും നീലിമയ്ക്കും ഭക്ഷണം കൊടുത്തതുമില്ല. ദേ, ഇവരെന്ത് ജോലി ചെയ്തിട്ടാ ഊണുമേശയിൽ ക്ഷണിച്ചിരുത്തി ഊട്ടുന്നത്? ചേച്ചി അതോർത്ത് വിഷമിക്കണ്ട. ഇവർക്ക് പറ്റിയ ജോലി ഞാൻ കൊടുത്തോളാം.
ആദ്യം കിട്ടിയത് കഴിക്ക്. വിശപ്പടങ്ങിയിട്ട് പോരെ കുശുമ്പ് അസൂയൊക്കെ. കഴിക്കേ. നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോടി? പിന്നല്ലാതെ ഞാൻ വേറെ ആരുടെ കൂടെ പോവും? നീ ആരുടെങ്കിലും കൂടെ പോ. എന്തിനാ ഞങ്ങളുടെ കൂടെ വരുന്നേ? ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ കൂടെയല്ലേ? അന്നേരം പോരണ്ടാന്നാരും പറഞ്ഞില്ലല്ലോ. എന്നെ കൂടി കൊണ്ടുവരാൻ വലിയ ഉത്സാഹമായിരുന്നല്ലോ. ആരുത്സാഹിച്ചു? പാലപ്പടിക്കുന്ന ഒഴിഞ്ഞു കൊടുക്കാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. നീ ഞങ്ങളുടെ കൂടെ പോകുന്നില്ല എന്ന് വെച്ച് നിന്നെ ആരും ഇവിടുന്ന് ഇറക്കി വിടില്ല. നരേന്ദ്രനും മറ്റവളും പറഞ്ഞതുപോലെ ജോലിയൊക്കെ ചെയ്ത് അവരുടെ ഇഷ്ടത്തിന് ഒപ്പിച്ചു നിന്നാ എത്ര കാലം വേണമെങ്കിലും നിനക്ക് ഇവിടെ താമസിക്കാം. ഞങ്ങളുടെ കൂടെ വന്നാലും വേറെ ഗുണമൊന്നുമില്ലല്ലോ. നിന്റെ കെട്ടിയോൻ ചെയ്യില്ലല്ലേ? അത് കൊള്ളാലോ. ഓരോരുത്തരെ വഴിയിൽ കളഞ്ഞിട്ട് പോകുന്നതാണോ നിങ്ങളുടെ പാരമ്പര്യം? ഞങ്ങളുടെ പാരമ്പര്യം ചോദ്യം ചെയ്യാൻ നീ ആരാടി? ആഹാ, നിങ്ങൾ ആള് കൊള്ളാലോ. ഇപ്പൊ എന്നെ വേണ്ട. ഇങ്ങോട്ട് വന്നപ്പോ എന്നെ വേണമായിരുന്നു. ഇവിടെ ഉള്ളവരോട് വഴക്കടിക്കണമെങ്കിൽ ആൾബലം വേണമല്ലോ. കാര്യം കഴിഞ്ഞപ്പോ എന്നെ വേണ്ടെന്നോ? ഏത് നരകത്തിലോട്ടാണെങ്കിലും ശരി, ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ. അങ്ങനെയൊന്നും എന്നെ ഒഴിവാക്കാൻ നോക്കണ്ട. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ഞങ്ങൾക്ക് പോലും അറിയില്ല. ഇല്ലേ? എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ചന്ദ്രമോഹൻ അങ്കിളുടെ വീട്ടിലേക്ക്. അങ്ങോട്ട് ചെന്നാലേ ചന്ദ്രേട്ടൻ ആ നിമിഷം കൊണ്ട് തിരിച്ചോടിക്കും. എന്നാ വേറെ ഏതെങ്കിലും ബന്ധു വീട്ടിലേക്ക്. എടി, നിന്നെ അവരാരും വീട്ടിൽ കേട്ടില്ലെങ്കിൽ പിന്നെ നീ എന്ത് ചെയ്യും? നീ ആരാണെന്ന് അവരോടൊക്കെ പറയേണ്ടത്. മകന്റെ ഭാര്യയാണെന്ന്. അവൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല, എന്നിട്ടും ഭാര്യയോ? കല്യാണം കഴിച്ചിട്ടില്ലെന്നോ? പിന്നെ ഞാനാരാ? അമ്പലത്തിൽ വെച്ച് നാട്ടുകാരെല്ലാം കൂട്ടി കൊല്ലുവന്ന് ഭീഷണിപ്പെടുത്തി കഴുത്തിലൊരു പൂമാല ഇട്ടു. അത് കല്യാണം ആവോടി? നിന്നെ എന്റെ മോന്റെ ഭാര്യയായിട്ട് ഞങ്ങൾ ആരും കൂട്ടാക്കിയിട്ടില്ല. അവന് നിന്നെ അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആർക്ക് വേണം നിങ്ങളുടെ അംഗീകാരം? ഗതികേട് കൊണ്ടാ നിങ്ങളുടെ മകന്റെ ഭാര്യ എന്ന ലേബലിൽ ജീവിക്കുന്നത്. ഇനി ആ പേരും പറഞ്ഞ് വേറൊരുത്തിയുടെ ജീവിതം അവൻ തൊലയ്ക്കരുത്. നിങ്ങളുടെ കൂടെ പോകാനും വരാനും നിങ്ങളുടെ മകന്റെ ഭാര്യ എന്ന ലേബലിൽ ജീവിക്കാനുമുള്ള ലൈസൻസ് ചെങ്ങന്നൂരെ നാട്ടുകാരും പോലീസുകാരും എനിക്ക് തന്നിട്ടുണ്ട്. ആ ലൈസൻസ് ഒക്കെ ചെങ്ങന്നൂര് മാത്രമേ ചെലവാകത്തുള്ളൂ. അതിന്റെ കഥയൊക്കെ നമുക്ക് പിന്നെ പറയാം. സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. ഇറങ്ങുന്നുണ്ടെങ്കിൽ ഉടനെ ഇറങ്ങാം. നിന്റെ നാക്ക് കുറെ നീണ്ടലോടെ ഇവിടെ വന്നതിന് ശേഷം വേണ്ടട്ടോ. സുധർമ്മയുടെയൊക്കെ യാത്രയാണെന്ന് തോന്നുന്നു. നിൽക്ക്. വീട്ടിലേക്ക് കയറി വരുമ്പോ മാത്രമല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും വീട്ടുടമയോട് പറഞ്ഞിട്ട് പോവാന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാ. അത് ഇത്രയ്ക്ക് പെരുമ്പറ കൊട്ടി ഘോഷിക്കാനൊന്നുമില്ല. ഞങ്ങൾ പോവുക, അത്ര തന്നെ. നരേന്ദ്രന്റെ കക്കൂസ കഴുകാൻ സുധർമ്മയെ കിട്ടില്ല. എടീ, നരേന്ദ്രൻ എന്തൊക്കെ പറഞ്ഞാലും അത് നീ പറഞ്ഞു ചെയ്യിക്കുന്നതാണെന്ന് എനിക്കറിയാം. നിന്റെ പ്രതികാരം നടക്കട്ടെ. എത്ര കാലം നീ ഇവിടെ പട്ടമഹിഷിയായിട്ട് വാഴുമെന്ന് എനിക്കൊന്ന് കാണണം. എന്റെ ശാപം ഉണ്ടടി നിന്റെ തലയില്, ഓർത്തോ നീ? നിങ്ങളുടെ ശാപം എനിക്ക് അനുഗ്രഹ. ഞാൻ വിധവയായെന്ന് കേട്ട് ഏറെ സന്തോഷിച്ചവരല്ലേ നിങ്ങള്? അതേടി, ഞാൻ സന്തോഷിച്ചു. ഇനി നീ വിധവയായാലും ഞാൻ സന്തോഷിക്കും. എന്നെ വിധവയാക്കിയവളല്ലേടി നീ? ഞാനല്ല നിങ്ങളെ വിധവയാക്കിയത്, നിങ്ങളുടെ മകൻ. എന്റെ മകൻ അങ്ങനെ ചെയ്യേണ്ടി വന്നെങ്കിലേ അത് നീ ഒറ്റ കാരണം. പാലപ്പടിക്കൽ വീട്ടിൽ നീ എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് അതിന്റെ നാശം തുടങ്ങി. അപ്പൊ ബോധ്യമുണ്ടല്ലേ നിങ്ങളുടെ ഭർത്താവിനെ വകവരുത്തിയത് സ്വന്തം മകൻ തന്നെയാണെന്ന്? ഇപ്പോഴെങ്കിലും അത് സമ്മതിച്ചല്ലോ. എനിക്ക് നരേന്ദ്രനോട് ഒന്നും സംസാരിക്കാനില്ല. പറയാനുള്ളത് മുഴുവൻ ഇവളോടാ. നീ
ഒരിക്കലും കൂടെ പിടിക്കില്ലടി. കരുതിയിരുന്നോ നീ? എനിക്ക് ശപിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിലും നിന്നെ ഞാൻ ശപിച്ച് ഭസ്മാക്കിയെന്നെ. നിങ്ങൾ ഹരിക്കുട്ടനെ ഒഴുകി എല്ലാവരെയും ശപിച്ച് ഭസ്മമാക്കിയേനെ. വെറുതെ അല്ല അങ്ങനൊരു വരം നിങ്ങൾക്ക് കിട്ടാതെ പോയത്. നരേന്ദ്ര, ഞാൻ പോണു. സുധർമ്മയ്ക്കും മക്കൾക്കും ജീവിക്കാൻ നിന്റെ ഔദാര്യം ആവശ്യമില്ല. നിനക്ക് തരാനുള്ള പണവും പലിശയുമായിട്ട് ഞാൻ വരും. അന്ന് എനിക്ക് കിട്ടണം പാലപ്പടിക്കൽ തറവാടിന്റെയും മറ്റു വസ്തുക്കളുടെയും പ്രമാണം. അത്രയ്ക്കൊന്നും വേണ്ടി വരില്ല സുധേ. ഞാനിവിടെ തിരിച്ചു വന്നപ്പോ സുധർമ്മയോട് പറഞ്ഞു തന്നാണെന്ന് ഓർമ്മയുണ്ടോ? എവിടെ പോയാലും പുറകെ വന്ന് വേട്ടയാടി നശിപ്പിക്കും ഞാൻ നിങ്ങളെയും നിങ്ങളുടെ മകനെയും. എന്റെയും എന്റെ ഭാര്യയുടെയും മോളുടെയും ജീവനെടുക്കാൻ തുനിഞ്ഞിറങ്ങിയവരെ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ പോയിക്കോ. എപ്പോ തിരിഞ്ഞു നോക്കിയാലും പിറകിലൊരു നിഴല് കാണാം. അത് ഈ നരേന്ദ്രൻ തമ്പിയുടേതാ. സമയം കളയണ്ട. പക്ഷെ ഇവിടെ വരും നിങ്ങള്. നേരത്തെ ഒരു വാക്ക് പറഞ്ഞല്ലോ, എന്റെ പട്ടി വരുമെന്ന്. പട്ടിയല്ല, സുധർമ്മ തന്നെ വരും. പട്ടി വരണ പോലെ വരും. 4 ദിക്കിലും ഗതിയില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ്. ഇപ്പൊ പോയിക്കോ. നീ വാ. പുതിയ സെക്യൂരിറ്റിയാ. ഓ, എന്താ തന്റെ പേര്? രാജപ്പൻ. രാജപ്പ, ഇദ്ദേഹമാണ് കമ്പനിയുടെ MD. അറിഞ്ഞില്ല സാറേ. ഇയാൾക്ക് ഇവിടുത്തെ ചരിത്രമൊന്നും അറിഞ്ഞുകൂടാ. വടക്കു നോക്കി എന്താ. വാ. ഓഫീസിലെല്ലാവർക്കും തമ്പിസാബിനെ കാണുന്ന വലിയ അത്ഭുതമായിരിക്കും. മരിച്ചുപോയ ആളല്ലേ? ഞാൻ തിരിച്ചെത്തിയ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. അത് പിന്നെ അറിയാതിരിക്കോ? പത്രങ്ങളിലും ടിവിയിലും ഒക്കെ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നില്ലേ 2 ദിവസം? മരിച്ചുപോയെന്ന് നമ്മളെല്ലാവരും കരുതിയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട MD തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്നത്തെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇങ്ങനെ ജീവനോടെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല സാറേ. ഞങ്ങളൊക്കെ സാറിനെ ഓർത്ത് എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ? സാരില്ല, അതെല്ലാം കഴിഞ്ഞില്ലേ. ഞാനില്ലെന്നറിഞ്ഞിട്ടും ഈ സ്ഥാപനത്തിൽ തന്നെ, അതും ശമ്പളം പോലുമില്ലാതെ ഉറച്ചു നിന്ന് നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. നമ്മുടെ കമ്പനി അന്യാധീനപ്പെടാതിരിക്കാനും ഇത് കൈവശപ്പെടുത്താൻ വന്നവരെ തുരത്തി ഓടിക്കാനും ശ്രമിച്ച എന്റെ വൈഫിനും ആത്മാർത്ഥ സുഹൃത്ത് ശിവജിക്കും
നിങ്ങൾ ശക്തമായ പിന്തുണ നൽകിയെന്ന് ഞാൻ അറിഞ്ഞു. ഞങ്ങളുടെ ചോറല്ലേ സർ, ഇതിൽ നിന്ന് ആരെങ്കിലും കൈയിട്ട് വരാൻ വന്നാ ഞങ്ങൾ സമ്മതിക്കുമോ? ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നമുക്കൊന്നിച്ച് മുന്നോട്ട് പോവാം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാം. ഓക്കെ? ഓക്കെ സർ. നമുക്ക് കുറച്ച് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു, അതെല്ലാം പരിഹരിക്കണം. ഒന്നിച്ച് നിന്നാൽ എന്താണ് സാധിക്കാത്തത്? ഓക്കെ? ഓക്കെ സർ. ശിവജി വരൂ, വാ. സാബൻകുട്ടി ഇരുന്നാട്ടെ. ആ കസേരയ്ക്ക് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ തിരിച്ചു കിട്ടിയല്ലോ. പഴയ നരേന്ദ്രൻ തമ്പിയായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, പുതിയ നരേന്ദ്രൻ തമ്പിക്ക് അല്ലേ? കാസർഗോഡ് വെച്ച് കണ്ടപ്പോ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരുന്നു. താടിയൊക്കെ വളർത്തി ഒരു ഭ്രാന്തനെ പോലെ. അങ്ങനെയായിരുന്നു. പിന്നല്ലാതെ അർജുന്റെ റൂമിൽ കൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാവരും മേക്കപ്പ് ചെയ്ത് സുന്ദരനാക്കിയതല്ലേ? കസേര കൊണ്ടിട്ട് നീ ഇരിക്കേ.